വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ടി.ഡി. സുനിൽകുമാറിനെതിരെയാണ് നടപടി. വകുപ്പ് തല അന്വേഷണത്തിന് എറണാകുളം റൂറൽ അഡീഷണൽ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി. വണ്ടിപ്പെരിയാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയാത്തതിൽ പ്രതിപക്ഷം കടുത്ത വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇതിന് മറുപടിയായി നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഇതിന്റെ തുടർച്ചയായാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ടി.ഡി. സുനിൽകുമാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP M.R. അജിത് കുമാർ ഉത്തരവിറക്കിയത്. നിലവിൽ വാഴക്കുളം SHO ആണ് സുനിൽകുമാർ. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പ്രതികൂല പരാമർശങ്ങൾ കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. 2021 സെപ്റ്റംബർ 19 വണ്ടിപ്പെരിയാർ കേസിലെ കുറ്റപത്രം കട്ടപ്പന കോടതിയിൽ അന്വേഷണം പൂർത്തിയാക്കി ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചത്. വിചാരണ പൂർത്തിയാക്കി കഴിഞ്ഞ ഡിസംബർ 14 കോടതി വിധി പറഞ്ഞു. തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ കോടതി വെറുതെ വിടുകയായിരുന്നു. ഈ കേസിൽ രൂക്ഷമായ വിമർശനമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കൊലപാതകം നടന്ന ദിവസം വിരലടയാള വിദഗ്ധർ അടക്കമുള്ളവരുടെ സേവനം ഉപയോഗിച്ചില്ലെന്നും തെളിവുകൾ ശേഖരിച്ചില്ലെന്നുമാണ് വിധിയിൽ ജഡ്ജി പറഞ്ഞിരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്ത് വൈകിയെത്തിയതും അന്വേഷണത്തിന് തിരിച്ചടിയായെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസിനുണ്ടായ കാലതാമസം പ്രതിക്ക് ഗുണകരമായി എന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാക്കി 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 2021 ജൂൺ 30 വണ്ടിപ്പെരിയാർ ചക്കരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. കേസിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.